ഹാൻഡ വൈറസ് ഭീതിയിൽ വൻ ആശങ്കയിൽ കപ്പൽ യാത്രക്കാർ. വൈറസ് ബാധയിൽ കപ്പലിലെ യാത്രക്കാരൻ മരിച്ച് തുടർന്ന് ഭാര്യയും മറ്റൊരു യാത്രക്കാരനും മരിച്ചതോടെയാണ് ആശങ്ക വർദ്ധിച്ചത്. അർജന്റീനയിൽ നിന്ന് അന്റാർട്ടിക്കയിലേക്ക് വിനോദയാത്ര പുറപ്പെട്ട MV ഹോണ്ടിയാസ് എന്ന കപ്പലിലെ ഹാൻഡ വൈറസ് രോഗബാധയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കേസുകൾ പുറത്തുവരാനിടയുണ്ടെന്ന മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന. ഹാൻഡ വൈറസിന്റെ അപൂർവ വകഭേദമായ ആൻഡീസ് ആണ് നിലവിലെ വ്യാപനത്തിന് പിന്നിൽ. രോഗവ്യാപനം തടയാൻ കപ്പലിൽ നടപടികൾ തുടരുന്നു. എലികളിൽ നിന്ന് വരുന്ന വൈറസ് അടുത്ത സമ്പർക്കത്തിലൂടെയാണ് പടരുന്നത്. പകർച്ചാ കാലയളവ് 6 ആഴ്ച വരെയാകാം. വരും ദിവസങ്ങളിൽ കപ്പലിൽ കൂടുതൽ ഹാൻഡ വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ ഇടയുണ്ടെന്നും പറയപ്പെടുന്നു. ആദ്യ രോഗബാധിതനായ വ്യക്തിക്ക് ഏപ്രിൽ 6-നാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. ഏപ്രിൽ 11-ന് കപ്പലിൽ വെച്ച് മരിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ രോഗലക്ഷണങ്ങൾ മറ്റ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ സമാനമായിരുന്നതിനാൽ തുടക്കത്തിൽ ഹാൻഡ വൈറസ് സംശയിച്ചിരുന്നില്ല. പിന്നാലെ ഭാര്യയ്ക്ക് രോഗമുണ്ടാവുകയും ഏപ്രിൽ 25-ന് നിലവഷളായതിനെ തുടർന്ന് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിൽ വെച്ച് മരിക്കുകയും ചെയ്തു. രോഗലക്ഷണങ്ങൾ പ്രകടമായി ദിവസങ്ങൾക്കുള്ളിൽ മെയ് 2-ന് മൂന്നാമത്തെ യാത്രക്കാരനും മരണപ്പെട്ടു. കപ്പൽ സ്പെയിനിലെത്തുന്നതുവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ നെതർലൻഡിനെയും യൂറോപ്യൻ സെന്റർ ഫോർ ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിലെ വിദഗ്ധരോടൊപ്പം WHO വിദഗ്ധനും കപ്പലിലുണ്ട്. നിലവിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള 149 പേരാണ് കപ്പലിലുള്ളത്. ഇതിൽ 80 പേരാണ് യാത്രക്കാരായുള്ളത്. ബ്രിട്ടൻ, US, സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതൽ. 8 പേർക്ക് നിലവിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ദ്വീപരാഷ്ട്രമായ കേപ്പ് വെർദയിൽ നിന്നാണ് MV ഹോണ്ടിയാസ് പുറപ്പെട്ടത്. സ്പെയിനിലെ ടെനറീഫ് ദ്വീപിലേക്കാണ് യാത്ര. കപ്പലിനെ തീരത്തടുക്കാൻ സ്പെയിനോ ഡച്ചോ അനുവദിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ.